ഗായ്സ് അങ്ങനെ എമ്പുരാൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. കള്ളപ്പന്നികൾ ഉച്ചക്ക് 1 മണിക്ക് ഇറക്കുമെന്ന് പറഞ്ഞിട്ട് രാത്രി 1 മണിക്കാണ് ട്രെയിലർ റിലീസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താ ഇനി ഏതും ഇലുമിനാറ്റിയുടെ വല്ല പരിപാടിയാണെന്ന് നമുക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. അപ്പോൾ നേരെ റിയാക്ഷനിലോട്ട് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിയോ എൻ്റർടൈൻമെൻറ്റ്സ്. നമ്മൾ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചാണ്. കാരണം മലയാളത്തിലെ ഏറ്റവും ഹൈപ്പുള്ള, ഏറ്റവും ചിലവേറിയ, നമ്മുടെ ലാലേട്ടൻ അഭിനയിക്കുന്ന, പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ മുരളി ഗോപി റൈറ്റ് ചെയ്തിട്ടുള്ള എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ. അപ്പോൾ ഇനി ഞാൻ വീഡിയോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് വേണം നമ്മുടെ ട്രെയിലർ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കറക്റ്റായിട്ട് ഇന്ന് ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് മൂവിയുടെ, ഏറ്റവും ഹൈപ്പുള്ള, എന്താ പറയുക, ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ട്രെയിലർ ഒന്ന് കണ്ടിട്ട് നമുക്കതിൽ നിന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്കത് കണ്ടതിന് ശേഷം നമുക്ക് പറയാം. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ പി.കെ. രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെയും നിരന്തരം തളർത്താൻ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. और राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ये दया दिखाने के लायक ही नहीं होते. एक के नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ്, ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Ma'am, you are going live. 5, 4, 3. उसकी आंखें सब देख रही है. ഇരുട്ടിന്റെ പൂവ്, തമോ ഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. Face the world, Abraham. ദൈവപുത്ര ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. Zaid Masood. We have to end this war. So Stephen, come back. Save your land. Save God's own country. But answer this one question. Who are you really? Lucifer.
ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കിടുക്കൻ ട്രെയിലർ. സത്യം പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ചുമ്മാ എന്തെങ്കിലും കാണിച്ച് ആ പടത്തിൻ്റെ ഒരു ഇത് എലവേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. എന്താണ് അവിടെ നടക്കുന്നതെന്ന്. ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും കേരള രാഷ്ട്രീയം കാണിക്കുന്നുണ്ട്. അതിലോട്ട് എന്താ പറയുക, ഒരു നോർത്ത് ഇന്ത്യൻ പാർട്ടിയുടെ ഒരു കടന്നുകയറ്റം പോലെ അങ്ങനെ എന്തോ ഒരു സംഭവം എനിക്കിത് കണ്ടപ്പോഴത്തേക്കും തോന്നിയതാണ്. അങ്ങനെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് എന്താ കഴിഞ്ഞ സിനിമയിൽ ലൂസിഫറിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ എന്താ ദൈവപുത്രൻ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ടോവിനോനെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ടിൽ ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ എന്തോ ടോവിനോയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ടോവിനോ ഇതിൽ വില്ലൻ്റെ സൈഡിലോട്ട് മാറുക അല്ലെങ്കിൽ പുള്ളി ഒരു വില്ലനായിട്ട് മാറുക, അങ്ങനെ ആ ഒരു രീതിയാണ് ഇതിൽ നമുക്ക് ട്രെയിലറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അത് മാത്രമായിരിക്കില്ല കഥ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പ്ലസ് എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഖുറേഷി എബ്രഹാം എന്ന് പറഞ്ഞാൽ ആരാണ്, പുള്ളിയുടെ ആ വേൾഡും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ബാക്കി അടുത്ത തേർഡ് പാർട്ടിലോട്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ ഇത് കണ്ടത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ടൊവിനോ തോമസിൻ്റെ ക്യാരക്ടർ, ജതിൻ രാംദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിൽ ഒരു വില്ലനായിട്ട് മാറുകയാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ പാർട്ടിൽ എന്താ മറ്റേ എംബസിയിലുള്ള ഒരു ഫോറിനറായിട്ടുള്ള ഒരു ആക്ടറൊക്കെ ഉണ്ടല്ലോ, ആ പുള്ളിക്കൊക്കെ ഇതിൽ നല്ല റോൾ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിന് കുറച്ചുകൂടി ആ ക്യാരക്ടർ എന്താണ്, വെറും ഒരു എന്താ പറയുക കയ്യാളെന്നുള്ളതിലുപരിയായിട്ട് ആളുടെ സ്റ്റോറി, ആളുടെ ക്യാരക്ടറിൻ്റെ ആളുടെ മറ്റേ സലാർ സിനിമയിൽ പൃഥ്വിരാജിൻ്റെ ചെറുപ്പോട്ട് അഭിനയിച്ച പയ്യൻ ഇതിലുണ്ട്. പൃഥ്വിരാജിൻ്റെ ചെറുപ്പോട്ടാണ് ഇതിലും വരുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബേസിക്കലി തോന്നുന്നത് ജസ്റ്റ് ഒരു കയ്യാളെന്നുള്ളതല്ല, പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിൻ്റെ സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞ ആളുടെ ആ ഒരു ക്യാരക്ടറും അതിൽ ലൂസിഫർ ഖുറേഷി എബ്രഹാം എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ആ ഒരു പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ എന്തായാലും കാണാൻ പറ്റുമെന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്ലൈമാക്സ് ഫൈറ്റിലോട്ട് ലീഡ് ചെയ്യുന്ന മാതിരി രണ്ടുപേരും കൂടി ഒരുമിച്ച് നടന്നു വരുന്ന ആ ഒരു ഷോട്ട്, അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഗൂസ് ബം മൊമെൻറ്റ്സ് ആണ്. ഇപ്പോൾ നമുക്ക് ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ നമുക്കത് ഗൂസ് ബംസ് ആണ്. അപ്പോൾ ഊഹിക്കാമല്ലോ അത് തിയേറ്ററിൽ കാണുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പോൾ ഞാനും ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്താ പറയുക, ബുക്ക് മൈ ഷോയിൽ ഓൾറെഡി 200K+ ഇൻട്രസ്റ്റ് ആയി. മലയാളത്തിലെ ഏറ്റവും രണ്ടാമത്തെ സിനിമയാണ് 200K കവർ ചെയ്യുന്ന ലാലേട്ടൻ്റെ തന്നെ. മലയാള സിനിമയുടെ വിഷ്വലാണെന്ന് നമുക്ക് തോന്നത്തില്ല, ആ രീതിയിൽ നമുക്കൊരു മേക്കിംഗ് ക്വാളിറ്റി നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക്. ഈ ട്രെയിലർ കട്ടിൽ തന്നെ നമുക്ക് ഈ മ്യൂസിക് നമ്മുടെ ആ ട്രെയിലറിൻ്റെ എൻഡ് പോർഷൻസിലോട്ടൊക്കെ വരുമ്പോഴേക്കും ആ ഒരു വിഷ്വൽസിന് നമ്മൾ എലവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു ഗൂസ് ബം മൊമെൻറ്റ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന ആ സംഭവത്തിന് അതിൻ്റെ മ്യൂസിക് വളരെയധികം ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ലൂസിഫറിൽ നമ്മൾ കണ്ടിട്ടുള്ള മാതിരി ഉള്ള ഷോട്ട്സ് ഒക്കെ എനിക്ക് ഷുവർ ഷോട്ടായിട്ട് പറയാൻ പറ്റും അത് തിയേറ്ററിൽ കയ്യടിയായിരിക്കും. ആ മറ്റേ ഇപ്പോൾ ഫോറസ്റ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നല്ല ഹൈപ്പുള്ള, എല്ലാ ഫാൻസിൻ്റെ ഇടയിൽ നല്ല ഹൈപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോസും കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അതെന്ന് വെച്ചാൽ ഇതിനു മുമ്പത്തെ ടീസറിൽ നിന്ന് നമ്മൾ ഓൾറെഡി ഫോറസ്റ്റ് ഫൈറ്റ് മുണ്ടെടുത്ത് എന്താ പറയുക ആ ഫോറസ്റ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞ് ലാലേട്ടൻ മുണ്ടെടുത്ത് എന്താ ബാക്കിലൊരു ട്രീ കത്തുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ആംബിയൻസിൽ നിന്നിട്ട് അപ്പോൾ അതിലെ ഒരു ഷോട്ടും കൂടി നമുക്കിതിൽ കാണിക്കുന്നുണ്ട്. മറ്റേ കൈ ഇങ്ങനെ വെച്ചിട്ട് വാടാ എന്ന് നമ്മൾ ലൂസിഫറിൽ പറയുന്ന ആ ഒരു സംഭവം, അതേ സെയിം ഷോട്ട് തന്നെ നമുക്കിതിൽ വരുന്നുണ്ട്. സെയിം അല്ല, ചെറിയ വ്യത്യാസമുണ്ട്, എന്നാലും അതേപോലത്തെ തന്നെ ഒരു ഷോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫാൻസിന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു സീനായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിലർ എനിക്ക് ഇഷ്ടമായി. അത് നമുക്ക് എന്താ പറയുക ആ സിനിമയുടെ ഒരു പോസിറ്റീവ് ട്രെൻഡിലോട്ട് ഇതും കൂടി വരും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൈപ്പിലോട്ട് ഈ ട്രെയിലറും കൂടി ആയെന്ന് മാത്രം. അത്ര നമ്മൾ പറയുന്നത് ഓൾറെഡി നമുക്കറിയാം ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്, ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ്, മലയാളത്തിലെ ഏറ്റവും ചിലവ് കൂടിയ ചിത്രമാണ്, മലയാളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന ചിത്രമാണ്. അതുപോലെ തന്നെ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിനുണ്ട്. അപ്പോൾ അതിലോട്ടൊരു ഘടകം കൂടി ട്രെയിലർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി മാർച്ച് 27 നമുക്ക് തിയേറ്ററിൽ കാണാം എന്താണ് എമ്പുരാൻ ഖുറേഷി എബ്രഹാം എന്നുള്ളത്. ഷുവർ ഷോട്ട് ഇത് എന്ത് പറഞ്ഞാലും ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും. പിന്നെ എന്താ പറയുക നമുക്ക് തിയേറ്ററിൽ കാണാം.
ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്കിതിലോട്ട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ശരി എന്നാൽ.